ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടുക എന്നുള്ളതാണ് നെയ്മറുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വരുന്ന സാന്റോസിന്റെ മത്സരങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നെയ്മറുടെ മത്സരങ്ങൾ ആരാധകർ ശ്രദ്ധാപൂർവം ഇപ്പോൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ESPN ബ്രസീൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ഏതൊക്കെ മത്സരങ്ങളിൽ കളിക്കും എന്നുള്ളത് ഇവരിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതായത് അടുത്ത മത്സരം സാന്റോസ് കളിക്കുക അത് കരുത്തരായ ഫ്ലൂമിനൻസിനെതിരെയാണ്. ഈ മത്സരം നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്. പ്രത്യേകിച്ച് ഈ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞാൽ അത് നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഒരു ബൂസ്റ്റ് ആയിരിക്കും. കാർലോ ആഞ്ചലോട്ടി ഈ മത്സരം നിരീക്ഷിക്കുന്നുണ്ടാകും. ആ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തേണ്ടത് നെയ്മർക്ക് അനിവാര്യമാണ്. ഫ്ലൂമിനൻസിനെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ കളിക്കും. അത് തന്നെയാണ് സാന്റോസ് പരിശീലകന്റെ പ്ലാൻ. അതിനുശേഷം കോപ്പാഡോ ബ്രസീലിൽ കോറിറ്റിബ എന്ന ടീമിനെതിരെ സാന്റോസ് കളിക്കുന്നുണ്ട്. ആ മത്സരത്തിലും നെയ്മർ ജൂനിയറെ കളിപ്പിക്കാനാണ് കൂക്ക ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നീട് ഏപ്രിൽ 26 പുലർച്ചെ ബാഹിയക്കെതിരെയാണ് സാന്റോസ് അടുത്ത മത്സരം കളിക്കുക. ഈ മത്സരത്തിന് വേണ്ടി നെയ്മർ ട്രാവൽ ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന് അവിടെ വിശ്രമം നൽകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് അടുത്ത 2 മത്സരങ്ങൾ കളിച്ചതിന് ശേഷം പിന്നീട് നെയ്മർക്ക് ഒരു വിശ്രമമായിരിക്കും നൽകുക. അതിനുശേഷം സൗത്ത് അമേരിക്കൻ കപ്പിൽ അർജന്റീൻ ക്ലബ്ബായ സാൻ ലോറൻസോക്കെതിരെ സാന്റോസ് ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയറെ ഉപയോഗപ്പെടുത്താനാണ് പരിശീലകൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം സൗത്ത് അമേരിക്കൻ കപ്പിൽ മോശം തുടക്കമാണ് സാന്റോസിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അവർക്ക് പോസിറ്റീവായ ഒരു റിസൾട്ട് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഈ അർജന്റീൻ ക്ലബിനെതിരെ നെയ്മർ കളിക്കുക എന്നാണ് ESPN ബ്രസീൽ പറയുന്നത്. അതിനുശേഷം മെയ് 3 പാൽമിറാസിനെതിരെയാണ് സാന്റോസ് അടുത്ത മത്സരം കളിക്കുക. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കില്ല. ശരിയാണ്, പാൽമിറാസ് വളരെ പ്രധാനപ്പെട്ട എതിരാളികളാണ്. പക്ഷെ അവരുടെ മൈതാനത്താണ് മത്സരം നടക്കുന്നത്. അത് സിന്തറ്റിക് ടർഫാണ്. ആ ആർട്ടിഫിഷ്യൽ ടർഫിൽ ഇപ്പോൾ കളിക്കാൻ നെയ്മർ ജൂനിയർ ഉദ്ദേശിക്കുന്നില്ല. കാരണം പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏതായാലും പാൽമിറാസിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നെയ്മറെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഫ്ലൂമിനൻസിനെതിരെയുള്ള മത്സരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മത്സരത്തിൽ നെയ്മർക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.